അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 31 ബുധനാഴ്ച. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് നിരന്തരം പരോൾ നൽകുന്നതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. TP വധക്കേസിലെ 12ാം പ്രതി ജ്യോതി ബാബുവിന്റെ പരോൾ അപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. എന്തുകൊണ്ട് TP കേസ് പ്രതികൾക്ക് മാത്രം നിരന്തരം പരോൾ ലഭിക്കുന്നുവെന്ന് ചോദിച്ച ഹൈക്കോടതി ഇക്കാര്യം പരിശോധിക്കപ്പെടണമെന്നും പറഞ്ഞു. ഈ കേസിലെ പ്രതികൾക്ക് ഇങ്ങനെയുള്ള പരിഗണന ലഭിക്കാൻ എന്താണ് പ്രത്യേകതയെന്ന് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ ബെഞ്ച് വാക്കാൽ ചോദിച്ചു. ശബരിമല സ്വർണക്കൊള്ളയിൽ ഡിണ്ടിഗൽ സ്വദേശി ഡി മണിയെ SIT ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. ഇന്നലെ രാവിലെ 10:30 മണിയും സഹായിയായ ബാലമുരുകനും SIT ഓഫീസിൽ എത്തിയത്. ഉച്ചയോടെ മണിയുടെ മറ്റൊരു സഹായിയായ ശ്രീകൃഷ്ണനും ഹാജരായി. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം രാത്രിയോടെയാണ് 3 പേരെയും വിട്ടയച്ചത്. മണിയെ ADGP H. വെങ്കടേഷ് രാവിലെ ചോദ്യം ചെയ്തു. തുടർന്ന് SIT അംഗങ്ങളും ചോദ്യം ചെയ്തു. കഴിഞ്ഞ 6 വർഷമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഡി മണിക്കുള്ള ബന്ധം തെളിയിക്കപ്പെട്ടാൽ ശബരിമല കേസിൽ അത് നിർണായകമാകും. ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ആരും നിഷ്കളങ്കരല്ലെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM-ന് ക്ഷീണമുണ്ടാകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മനഃപൂർവ്വം ചോദ്യം ചെയ്യൽ നീട്ടിവെക്കുകയായിരുന്നുവെന്നും കോടതി ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചതെന്നും സതീശൻ പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നും കൂടുതൽ നേതാക്കളുടെ പേര് റിമാൻഡിലായവർ പറയുമെന്ന ഭയത്തിലാണ് സർക്കാരെന്നും VD സതീശൻ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യാതിരിക്കാൻ അന്വേഷണ സംഘത്തിനുമേൽ സർക്കാരിന്റെ ശക്തമായ നിയന്ത്രണവും ഇടപെടലും ഉണ്ടായിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ അന്വേഷണം ഇത്രപോലും മുന്നോട്ട് പോകില്ലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമല സ്വർണക്കൊള്ളയിൽ നേതാക്കളായ പ്രതികളെ CPM-ഉം സർക്കാരും തുടർച്ചയായി സംരക്ഷിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും CPI സംസ്ഥാന കൌൺസിൽ യോഗത്തിലും വിമർശനം. വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി അതിരുവിട്ട് ന്യായീകരിച്ചത് തെറ്റാണെന്നും മുഖ്യമന്ത്രിക്ക് മേൽ CPM-നും നിയന്ത്രണമില്ലെന്നും അങ്ങനെയുണ്ടായിരുന്നെങ്കിൽ പാർട്ടി തിരുത്തിച്ചേനെയെന്നും CPI കൌൺസിലിൽ വിമർശനമുയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വയനാട്ടിൽ ചേരുന്ന കോൺഗ്രസ് കോൺക്ലേവിൽ സ്ഥാനാർത്ഥി നിർണയവും പുനഃസംഘടനയും സംബന്ധിച്ച് മാനദണ്ഡമുണ്ടാക്കുമെന്ന് റിപ്പോർട്ടുകൾ. ജനുവരി 4, 5 തീയതികളിൽ നടക്കുന്ന കോൺക്ലേവിൽ വിവിധ നേതൃസമിതികളിൽ നിന്നായി 170 മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെന്ന പോലെ നിയമസഭയിലേക്കും സ്ഥാനാർത്ഥി നിർണയം താഴെത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാക്കാമെന്ന ധാരണയാണുള്ളതെന്നാണ് വിവരം. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലേക്കുള്ള BJP സ്ഥാനാർത്ഥികളെ ജനുവരി ആദ്യവാരം തീരുമാനിക്കാൻ സാധ്യത. സ്ഥാനാർത്ഥികളോട് അതത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകുന്നതിനൊപ്പം ജില്ലാ മണ്ഡലം തലങ്ങളിൽ അഴിച്ചുപണി നടത്താനും തീരുമാനമായി. സ്ഥാനാർത്ഥികളെയും അതത് ജില്ലാ കമ്മിറ്റികളെയും ഇക്കാര്യം അടുത്ത ദിവസങ്ങളിൽ അറിയിക്കും. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ കൂറുമാറ്റ വിവാദത്തിൽ പാർട്ടിയുമായി അനുനയത്തിന് ശ്രമിച്ച് കോൺഗ്രസ് വിമതർ. പുറത്താക്കപ്പെട്ട DCC സെക്രട്ടറി TM ചന്ദ്രന്റെ നേതൃത്വത്തിൽ 8 പഞ്ചായത്ത് അംഗങ്ങൾ റോജി M. ജോൺ MLA-യുമായി ചർച്ച നടത്തി. KPCC പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് റോജി വിമതരുമായി ചർച്ച നടത്തിയത്. BJP-യുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും ഒരംഗം പോലും BJP-യിൽ ചേർന്നിട്ടില്ലെന്നും ചർച്ചയിൽ TM ചന്ദ്രനും കൂട്ടരും റോജിയോട് വ്യക്തമാക്കി. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്.
മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം ഇന്നലെ വൈകിട്ട് 5-ന് നട തുറന്നു. ഇന്നലെ വൈകിട്ട് 5-ന് ക്ഷേത്രം തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി ഇ.ടി. പ്രസാദ് നട തുറന്നു. തുടർന്ന് ശബരീശന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ വിഭൂതിയും താക്കോലും മേൽശാന്തിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ ശേഷം മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരി ഗണപതിയെയും നാഗരാജാവിനെയും തൊഴുത് മാളികപ്പുറം ശ്രീകോവിൽ തുറന്നു. ബംഗളൂരു കോഗിലു ലേഔട്ടിൽ അനധികൃത കയ്യേറ്റമെന്നാരോപിച്ച് വീടുകൾ തകർത്ത സംഭവത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടിനെ വിമർശിച്ച് എ റഹീം MP. കോൺഗ്രസ് സ്വന്തം നയങ്ങൾ കൊണ്ടും സമീപനങ്ങൾ കൊണ്ടും ചെന്നുപെടുന്ന വലിയ കുഴികളിൽ നിന്നും അവരെ പരിക്കുകൂടാതെ കൈപിടിച്ച് കയറ്റാൻ കരാർ പണിയെടുക്കുന്ന ഒരു കരാർ കമ്പനിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് റഹീം ഫേസ്ബുക്കിൽ കുറിച്ചു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പാ തട്ടിപ്പിൽ മുൻ MLA PV അൻവർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മറ്റൊരു ദിവസത്തേക്ക് ചോദ്യം ചെയ്യൽ മാറ്റണമെന്ന് ഇഡിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ജനുവരി 7-ന് ഹാജരാകാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. KFC ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വായ്പാ ദുരുപയോഗം നടത്തിയതായി ഇഡി നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയിരുന്നു. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്ന് തിരുവനന്തപുരം മുടവൻ മുകളിലെ വീട്ടുവളപ്പിൽ നടക്കും. ഇന്നലെ ഉച്ചയോടെയാണ് കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ച് ശാന്തകുമാരി അമ്മ അന്തരിച്ചത്. 90 വയസ്സായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് 10 വർഷമായി ചികിത്സയിലായിരുന്നു. കൊച്ചി ബിനാലയിൽ പ്രദർശിപ്പിച്ച ചിത്രത്തെ ചൊല്ലി വിവാദം. ബിനാലയുടെ ഭാഗമായ ഇടം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയ ടോം വട്ടക്കുഴിയുടെ ചിത്രമാണ് വിവാദമായത്. ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ വികലമായി ചിത്രീകരിച്ചുവെന്നാണ് പരാതി. ഇത് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും എറണാകുളം സ്വദേശി തോമസ് പരാതി നൽകി. 2016-ൽ ഭാഷാ പോഷിണി മാസികയിൽ പ്രസിദ്ധീകരിച്ച് വിവാദമായ ചിത്രമാണ് ബിനാലയിൽ പ്രദർശിപ്പിച്ചത് എന്നാണ് ആക്ഷേപം. മുതിർന്ന CPM നേതാവും ധർമ്മടം മുൻ MLAയുമായ KK നാരായണൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. ഇന്നലെ പെരളശ്ശേരി സ്കൂളിൽ പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പത്തനംതിട്ട വയ്യാറ്റുപുഴ വില്ലൂനിപ്പാറയിൽ കിണറ്റിൽ വീണ കടുവയെ മണിക്കൂറുകൾ നീണ്ട ശ്രമകരമായ ദൌത്യത്തിനൊടുവിൽ വനം വകുപ്പ് പുറത്തെടുത്തു. ഇന്നലെ പുലർച്ചെയാണ് ആൾമറയില്ലാത്ത കിണറ്റിൽ കടുവ വീണത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാദൌത്യത്തിൽ മയക്കുപിടി വെച്ചാണ് കടുവയെ വലയിലാക്കിയത്. വൈദ്യപരിശോധന പൂർത്തിയാക്കി ആരോഗ്യം തൃപ്തികരമാണെങ്കിൽ കടുവയെ ഉൾവനത്തിൽ തുറന്നുവിടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. VK പ്രശാന്ത് MLAയുമായുള്ള കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് വിവാദം വിടാതെ ശാസ്തമംഗലം കൌൺസിലർ R ശ്രീലേഖ. ചെറിയൊരിടത്ത് ഇന്നു മുതൽ സേവനം തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചുകൊണ്ടാണ് R ശ്രീലേഖയുടെ പരോക്ഷ വിമർശനം. കഷ്ടിച്ച് 70-75 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള തന്റെ ഇത്തിരിപ്പോന്ന കുഞ്ഞ് ഓഫീസ് മുറിയാണിതെന്നും കെട്ടിടത്തിന് ചുറ്റും ടൺ കണക്കിന് മാലിന്യമാണെന്നും ശ്രീലേഖ പോസ്റ്റിൽ വിമർശിക്കുന്നുണ്ട്. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ 4 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കുറ്റം സമ്മതിച്ച് അമ്മയുടെ സുഹൃത്ത്. കുഞ്ഞിനെ ടവൽ ഉപയോഗിച്ച് കഴുത്തു മുറുക്കി കൊന്നത് താനെന്ന് ബംഗാൾ സ്വദേശിയായ അമ്മ മുന്നി ബീഗത്തിന്റെ സുഹൃത്ത് തൻവീർ ആലം പോലീസിനോട് പറഞ്ഞു. ഞായറാഴ്ചയാണ് കഴക്കൂട്ടത്തെ ലോഡ്ജിൽ മുന്നി ബീഗത്തിന്റെ മകൻ ഗിൽദാർ കൊല്ലപ്പെട്ടത്. 2 ദിവസം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലുകൾക്കൊടുവിലാണ് തൻവീർ ആലം കുറ്റം സമ്മതം നടത്തിയത്. മുന്നി ബീഗവും തൻവീർ ആലവും തമ്മിലുള്ള തർക്കത്തിൽ പ്രകോപിതനായാണ് കുഞ്ഞിനെ ആക്രമിച്ചതെന്ന് തൻവീർ പോലീസിനോട് പറഞ്ഞു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി വിവിധ മേഖലകളിൽ മിഷൻ മോഡ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി നീതി ആയോഗിൽ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഞങ്ങൾക്ക് ഒരു കേരളീയരെയും വേണ്ട എന്ന വിവാദ പരാമർശത്തിന് പിന്നാലെ വിശദീകരണവുമായി കർണാടക ഉപമുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമായ DK ശിവകുമാർ. തന്റെ പരാമർശം കർണാടകയിലെ കാര്യങ്ങളിൽ കേരള സർക്കാരിന്റെ ഇടപെടൽ സംബന്ധിച്ചായിരുന്നുവെന്നും കേരളത്തിലെ ജനങ്ങൾക്കെതിരെ അല്ലെന്നും ശിവകുമാർ പറഞ്ഞു.
കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധിയുടെയും വ്യവസായി റോബർട്ട് വദ്രയുടെയും മകൻ റൈഹാൻ വദ്ര വിവാഹിതനാകുന്നു. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ഫോട്ടോഗ്രാഫർ അവിവ ബേഗാണ് വധു. കഴിഞ്ഞ 7 വർഷമായി പ്രണയത്തിലായിരുന്ന ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം വിശ്വസനീയമായ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുപിയിലെ ഗാസിയാബാദിൽ ജനങ്ങൾക്ക് വാളടക്കം ആയുധങ്ങൾ വിതരണം ചെയ്ത് തീവ്ര സംഘടനയായ ഹിന്ദു രക്ഷാദൾ. ജിഹാദികളെ നേരിടാനാണ് ആയുധങ്ങൾ വീടുകളിൽ വിതരണം ചെയ്തതെന്ന് ഇവർ പറയുന്നു. നഗരത്തിൽ റോഡരികിൽ 100 കണക്കിന് ആയുധങ്ങൾ നിരത്തിവെച്ച് സ്റ്റാൾ തുറന്നായിരുന്നു ഉദ്ഘാടനം. വാളുകൾ, മഴു, കുന്തം എന്നിവയുൾപ്പെടെ നിരവധി മൂർച്ചയുള്ള ആയുധങ്ങൾ സ്റ്റാളിൽ സൂക്ഷിച്ചിരുന്നു. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് 10 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ സുപ്രധാന പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കി. കോട്ട നഗ്ദ സെക്ഷനിൽ നടന്ന പരീക്ഷണത്തിൽ മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിൻ സഞ്ചരിച്ചത്. റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ നിർണായക പരിശോധന. 2026 മാർച്ച് 3 നടത്താൻ നിശ്ചയിച്ചിരുന്ന 10-12 ക്ലാസ് പരീക്ഷകൾ സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവച്ചതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അറിയിച്ചു. ബോർഡ് പുതുക്കിയ ഷെഡ്യൂൾ പുറത്തിറക്കി. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധ്യക്ഷയുമായ ബീഗം ഖാലിദ സിയയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. ഇന്ന് ധാക്കയിൽ നടക്കുന്ന ഔദ്യോഗിക സംസ്കാര ചടങ്ങുകളിൽ അദ്ദേഹം പങ്കുചേരും. UAE പിന്തുണയുള്ള ദക്ഷിണ യമൻ വിമത സേനയുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖ നഗരമായ മുഗല്ലയിൽ സൌദി അറേബ്യ ബോംബിട്ടു. ഫുജൈറയിൽ നിന്നെത്തിയ UAEയുടെ 2 കപ്പലുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ആളപായമോ വൻ നാശമോ ഇല്ലെന്നാണ് റിപ്പോർട്ട്. വിമതസേനയ്ക്കുള്ള ആയുധങ്ങളുമായാണ് കപ്പലുകൾ എത്തിയതെന്ന സൌദിയുടെ ആരോപണം UAE വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു. യമനിൽ നിന്ന് UAE സേന പിൻവാങ്ങുമെന്ന് പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചു. ബംഗ്ലാദേശിലെ മൈമൻസിംഗ് ജില്ലയിൽ ഗാർമെന്റ് ഫാക്ടറിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തിരുന്ന ഹിന്ദു യുവാവിനെ സഹപ്രവർത്തകൻ വെടിവെച്ചു കൊന്നു. 2 ആഴ്ചയ്ക്കിടെ ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 3ാമത്തെ ഹിന്ദു കൊലപാതകമാണ് ഇത്. ഇറാന്റെ കറൻസി എല്ലാ കാലത്തെയും താഴ്ന്ന നിലയിലായതോടെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച് ജനം. പണപ്പെരുപ്പം രൂക്ഷമായതോടെയാണ് സാധാരണക്കാർ തെരുവിലിറങ്ങി പ്രതിഷേധം ആരംഭിച്ചത്. നിലവിൽ പ്രതിഷേധം 3ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. US ഡോളറിനെതിരെ ഇറാൻ റിയാൽ കൂപ്പുകുത്തിയതിന് പിന്നാലെ ഞായറാഴ്ചയാണ് ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിലെ വ്യാപാരികൾ പ്രതിഷേധിച്ചത്. ഈ പ്രതിഷേധം സാധാരണക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. വെനസ്വേലയുടെ തുറമുഖത്ത് ഡ്രോൺ ആക്രമണം നടത്തിയെന്ന അവകാശവാദവുമായി അമേരിക്ക. CIA ആണ് ഡിസംബർ ആദ്യത്തിൽ വെനസ്വേലയുടെ തീരത്തെ തുറമുഖത്ത് ആക്രമിച്ചതെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. വെനസ്വേലയിലെ ലഹരി സംഘമായ ട്രെൻഡെ ആരഗ്വ ലഹരിമരുന്ന് ശേഖരിച്ചിരുന്ന സംവിധാനമാണ് തകർത്തതെന്നാണ് അമേരിക്ക വിശദമാക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പര 5-0 എന്ന മാർജിനിൽ തൂത്തുവാരി ഇന്ത്യൻ വനിതകൾ. തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നടന്ന അവസാന മത്സരത്തിൽ 15 റൺസിനായിരുന്നു ഇന്ത്യയുടെ 5ാം വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ വനിതകൾ 43 പന്തിൽ 68 റൺസെടുത്ത ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൌറിന്റെ മികവിൽ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക പൊരുതിയെങ്കിലും നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസിന് പോരാട്ടം അവസാനിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.